Hi friends, welcome back to Divya's kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ആവോലി മപ്പാസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. ഈ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിവിടെ ആവോലി മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പമുള്ള മീനായതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇവയെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. വിനാഗിരി അല്ല ചേർത്ത് കൊടുക്കുന്നത്, സാധാ നോർമൽ വാട്ടറാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് മീനിലേക്ക് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ മീൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കുക. എന്നാലും ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ആ വരയിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നന്നായി ആക്കി കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മിനിമം എന്തായാലും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുന്നത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ മീൻ വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണേ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും ഒട്ടും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ മുഴുവൻ മീനും വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചോട്ട് നമുക്ക് സാധാ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോവണ്ട കേട്ടോ, ഒന്ന് പതുക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ മീനിന്റെ ഒരു വശമായതിനു ശേഷം നമ്മൾക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പം മുഴുവൻ മീനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് ഈ മീൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ അയില മീനിലും ഒക്കെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോഴും കഴിക്കാൻ സാധാ മീൻ കറിയിൽ നിന്നും ഒരു വ്യത്യസ്ത രുചിയാണ് ഈ മീൻ കറിക്കുള്ളത്. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ല, കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-12 വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പം അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചതച്ചല്ല കേട്ടോ ചേർക്കേണ്ടത്, ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ സവാള, ചെറിയൊരു സവാള, 3-4 പച്ചമുളക്, ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാൻ പാടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മല്ലിയുടെ കുത്തൊന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുതേ. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളി ചേർത്തതിന് ശേഷം ഒരുപാട് വഴറ്റി കൊടുക്കരുത്, തക്കാളി ഉടയാതെ നോക്കണേ. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അരമുറി നാളികേരത്തിന്റെ 2ാം പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളിയുടെ ആ പുളിയാണ് ഇതിലുണ്ടാവുക. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കി കൊടുക്കരുത്.
പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കാം കേട്ടോ. അടിപൊളി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ ഒന്ന് പതുക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുക 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി നാളികേരത്തിൽ നിന്നും എടുത്ത 1-ാം പാലാണ്. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ആവോലി മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്